കർണാടക മംഗളൂരുവിൽ ബജ്രംഗ് ദൾ നേതാവ് സുഹാസ് ഷെട്ടിയെ കൊലപ്പെടുത്തിയതിൽ പ്രതിഷേധം ശക്തമാകുന്നു. സംഘർഷ സാധ്യതയെ തുടർന്ന് മംഗളൂരു നഗരത്തിൽ ഇന്നും നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രശ്നബാധിത പ്രദേശങ്ങളിൽ വൻ പോലീസ് സന്നാഹത്തെ വിന്യസിച്ചു. ഇതിനിടെ ചില അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായതായുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. വാർത്തയുടെ വിശദാംശങ്ങളുമായി ജോസഫ് അഗസ്റ്റിനാണ് ചേരുന്നത്. ജോസഫ്, കഴിഞ്ഞ ദിവസമാണ് മംഗളൂരുവിൽ ബജ്രംഗ് നേതാവിനെ സുഹാസ് ഷെട്ടിയെ കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ഇതിനെ തുടർന്ന് ഇപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് പ്രദേശത്ത് ഉടലെടുക്കുന്നത്. നിലവിൽ പോലീസിന്റെ വലിയ രീതിയിലുള്ള ഒരു സന്നാഹത്തെ അവിടെ വിന്യസിച്ചിട്ടുണ്ട്. തുടർന്നുള്ള വാർത്തയുടെ വിവരങ്ങൾ എങ്ങനെയാണ്? ബൃന്ദ, വ്യാഴാഴ്ച 8 മണിയോട് കൂടിയാണ് ബജ്രംഗ് ദൾ നേതാവായിട്ടുള്ള സുഹാസ് ഷെട്ടിയെ നടു റോട്ടിലിട്ട് വെട്ടിക്കൊലപ്പെടുത്തിയത്. 2022 സൂറത്കലിലെ ഫാസിൽ വധക്കേസിലെ പ്രതിയാണ് ഈ സുഹാസ് ഷെട്ടി. മാത്രമല്ല, ഇതിനു മുമ്പുണ്ടായിരുന്ന ചില രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ നിരവധി കൊലക്കേസുകളിൽ പ്രതിയായിട്ടുള്ള വ്യക്തി കൂടിയാണ് ഈ ബജ്രംഗ് ദൾ നേതാവായിട്ടുള്ള സുഹാസ് ഷെട്ടി. ഇതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ഈ സുഹാസ് ഷെട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട് മംഗളൂരു നഗരത്തിൽ കലുഷിതമായിരിക്കുന്ന ഒരു സാഹചര്യം ഉടലെടുത്തിരിക്കുന്നത്. ഇത്തരത്തിൽ ഈ കൊലപാതകത്തിനു ശേഷം 144 പ്രഖ്യാപിച്ചിരിക്കുകയാണ് മംഗളൂരു സിറ്റി പോലീസ്. ഇതിന് പ്രധാന ഒരു കാരണം, അതായത് ഇയാൾ നിരവധി കേസുകളിൽ പ്രതിയാണ്. മാത്രമല്ല, യുവമോർച്ച നേതാവായിരുന്ന പ്രവീൺ നെട്ടൂരയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ടാണ് ഇയാൾ ഇത്തരത്തിൽ റിട്ടാലിയേഷൻ എന്ന രീതിയിൽ ഈ ഒരു സംഘത്തിനെതിരെ ചെയ്യുന്നത്. ഇത് പിന്നീട് നിരവധി കൊലപാതകങ്ങളിലേക്ക് നയിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. മാത്രവുമല്ല, ഇയാളുടെ മൃതദേഹം ഇന്നലെ വൻ ജനാവലിയുടെ പങ്കാളിത്തത്തോടു കൂടിയാണ് സംസ്കരിക്കുകയുണ്ടായത്. ഇതിൽ ഒരു തിരിച്ചടി നൽകണമെന്ന് ആവശ്യപ്പെട്ട് പ്രാദേശിക പാർട്ടി നേതാക്കളടക്കം അല്ലെങ്കിൽ ബജ്രംഗ് ദളിന്റെ പ്രവർത്തകരടക്കം രംഗത്തെത്തുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതാണ് അക്ഷരാർത്ഥത്തിൽ മംഗളൂരു നഗരത്തെ ഒരു ക്രമസമാധാന നില തകർക്കുന്ന രീതിയിലേക്ക് ഇപ്പോൾ നയിച്ചിരിക്കുന്നത്. ഇന്നലെ വിവിധയിടങ്ങളിൽ ബസ്സുകൾക്ക് നേരെ കല്ലേറുണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മാത്രവുമല്ല, ഇന്നലെ 3ഓളം പേർക്ക് വെട്ടിപ്പരിക്കേൽക്കുകയും കുത്തിൽ പരിക്കേൽക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നും നാളെയും കൂടി 144 തുടരാൻ മംഗളൂരു ഭരണകൂടം തീരുമാനിച്ചിട്ടുള്ളത്. എന്തായാലും സ്ഥിതിഗതികൾ ഇപ്പോഴും നിയന്ത്രണ വിധേയമാണ്. എന്നിരുന്നാൽ പോലും ഇത് എപ്പോൾ വേണമെങ്കിലും കൈവിട്ടു പോകാമെന്നൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഈ ആഭ്യന്തരമന്ത്രി നിതാന്ത ജാഗ്രത പാലിക്കുന്നുണ്ട് ഈ മേഖലയിൽ എന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്നിരുന്നാൽ പോലും ഒരു ഫ്ലെയിമബിൾ സിറ്റുവേഷൻ, എപ്പോൾ വേണമെങ്കിലും പൊട്ടിത്തെറിക്കാവുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പോഴും മംഗലാപുരം സിറ്റിയിലുള്ളത്. നമ്മളെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം കാസർഗോഡുകാർ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഒരു സിറ്റി കൂടിയാണ് മംഗലാപുരം സിറ്റി. മാത്രമല്ല, മംഗലാപുരത്തുണ്ടാകുന്ന കാര്യങ്ങളുടെ എല്ലാം പ്രതിഫലനം കാസർഗോഡ് ജില്ലയിലും ഉണ്ടാവാറുണ്ട്. അത് രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ കാര്യത്തിലാണേലും മറ്റു കാര്യങ്ങളിലാണേലും ഇത്തരത്തിൽ ഉണ്ടാകാറുണ്ട്. ഈ കേസിന്റെ ആദ്യ തുടക്കം കാസർഗോഡ് സ്വദേശിയായിട്ടുള്ള ഒരാളുടെ മരണവുമായി ബന്ധപ്പെട്ടാണ് ഈ കേസിന്റെ തുടക്കം ഉണ്ടാകുന്നത്. പിന്നീട് അതിന്റെ വൈരാഗ്യം എന്നോണം മംഗലാപുരത്ത് മറ്റൊരാൾ കൊല്ലപ്പെടുന്നു. അതിന്റെ വൈരാഗ്യത്തിൽ മറ്റൊരാൾ, അങ്ങനെ പലർ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ സർക്കാർ ഈ വിഷയത്തിൽ വലിയ ജാഗ്രത കാത്തു സൂക്ഷിക്കുകയാണ്. മാത്രമല്ല, കാസർഗോഡ് ജില്ലയിലടക്കം, പ്രത്യേകിച്ച് ഇതിന്റെ കർണാടകയുമായി അതിർത്തി പങ്കിടുന്ന മഞ്ചേശ്വരം അടക്കമുള്ള പ്രദേശങ്ങളിലും വലിയ രീതിയിലുള്ള ജാഗ്രത പാലിക്കുന്നുണ്ട്. ഇന്നലെ ചില ഇടങ്ങളിൽ അസ്വാഭാവിക സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ വ്യക്തമായ വിവരങ്ങൾ ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാനിരുന്ന നൌഷാദിന് കുത്തേറ്റിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. മാത്രവുമല്ല, ഈ ഉൾനഗരത്തിലായി ഒരാൾക്ക് വെട്ടിപ്പരിക്കേൽക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. ഇന്നലെ തെക്കോട്ട് ഭാഗത്ത് ഇത്തരത്തിൽ ഓട്ടോറിക്ഷകൾക്ക് നേരെയും ബസ്സുകൾക്ക് നേരെയും കല്ലേറുണ്ടായ ഒരു സാഹചര്യമുണ്ട്. എന്തായാലും ജനങ്ങൾ ഇത്തരത്തിൽ അക്രമ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടരുത് എന്നാണ് പോലീസും ഭരണകൂടവും നൽകുന്ന മുന്നറിയിപ്പ്. പക്ഷേ ഇത് അവഗണിച്ചുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ബജ്രംഗ് ദളിന്റെ പ്രവർത്തകരും BJP അടക്കമുള്ള സംഘപരിവാർ പ്രവർത്തകരും ഇത്തരത്തിൽ തെരുവിലിറങ്ങുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. എന്തായാലും ഇന്നും നാളെയും കൂടി 144 പ്രഖ്യാപിച്ചിരിക്കുകയാണ് മംഗലാപുരം നഗരം.